ഹലോ യൂട്യൂബ്. ഇന്ന് രാവിലെ ഞാൻ ഉറങ്ങി കിടന്നപ്പോൾ ഒരു കോൾ വന്നിട്ട് എന്തോ വല്ല വേറെ ഒന്നും വല്ല പരിപാടി വല്ലതും ഉണ്ടാ. അപ്പോൾ ആ വിഴിഞ്ഞം വരെ ഒന്ന് പോയിട്ടിരുന്നു. അപ്പം നമ്മൾ വിഴിഞ്ഞം വരെ പോവാണ്. നമുക്ക് വരെ പോവാം. ബാക്കി വിശേഷങ്ങൾ വരുന്ന വഴിയിൽ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം എന്തൊക്കെയാണ് പരിപാടി. എനിക്ക് എന്നും അറിഞ്ഞുകൂടാ എന്താണ് സംഭവം എന്ന് പറഞ്ഞു. പോവാന്ന് പറഞ്ഞു. പോവാന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞ് ഞാൻ അങ്ങ് ഇറങ്ങിയാണ്. എന്താണെന്നുള്ളത് നമുക്ക് എന്തായാലും നോക്കാം. ഇതാണ് ഇവിടുത്തെ മെയിൻ പരിപാടി. ഒന്നൊരു പാട്ടും അല്ലെങ്കിൽ ആരുടെയെങ്കിലും വ്ളോഗ്. അതിനിടയ്ക്ക് വേറെ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ പപ്പായ കുത്തിയിടുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ ആ പപ്പായയുടെ കേസെന്ന് പറഞ്ഞാൽ അതിൽ ഒരെണ്ണത്തിൽ ഓട്ടയുണ്ട്, നല്ല പഴുതിരിക്കുന്നതിൽ. അടുത്തതെന്ന് പറഞ്ഞാൽ അടുത്തത് ഒരുമാതിരിയാണ് ഇരിക്കുന്നത്. ഇന്നലെ വരെ ഒരു കിളി ഇരുന്ന് കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരെണ്ണം വീണിട്ടുണ്ട്. അത് നല്ല വലിയ മെനയൊന്നും ഇല്ലാത്ത സാധനമാണ്. അങ്ങനെ അതും നോക്കി എന്നപ്പം എന്നെ വിളിച്ചുകൊണ്ട് ആളെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. നമ്മൾ നേരെ അങ്ങോട്ടല്ല പോകുന്നത്, ഒരാളെ തപ്പിയാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അതിന് നമ്മൾ ബീച്ച് വരെ ഒന്ന് പോകണം. നമ്മുടെ ഏരിയയിലെ ബീച്ച് ഞാൻ പിന്നെ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഇവിടുത്തെ ഇതൊരു സംഭവം വെച്ചത്, ഇത് ടൈറ്റാനിയത്തിൻ്റെ ആ ഭാഗമാണ്. നമ്മൾ വേറൊരു വീഡിയോയിൽ ഈ ടൈറ്റാനിയം എന്താണെന്നും എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു സൈഡാണ്. ഈ ടൈറ്റാനിയത്തിൽ നിന്ന് വിടുന്ന വേസ്റ്റ് കാരണമാണ് ഈ കടലിൻ്റെ കളർ ഒരു വ്യത്യാസം കണ്ടില്ലേ. ആ ഒരു കളറിലോട്ട് കിടക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു ഗുണമെന്ന് പറഞ്ഞത് ആ മീനൊക്കെ പിടിക്കുന്നുണ്ട്. അത്രയും മീൻ അവിടെ കിട്ടുന്നുണ്ട്. അത് ചൂണ്ടയിൽ എറിയുന്ന ചൂണ്ടയിൽ കിട്ടുന്ന മീനാണത്. ഇതാണ് ഇവിടുത്തെ ആ ഒരു വ്യൂ. കളറൊക്കെ നല്ല വ്യത്യാസമുണ്ട്. സാധാ ടിപ്പിക്കൽ ബീച്ച് പോലെയല്ല, ഇവിടെ എല്ലാം ഈ കളറാണ്. ഇതിൻ്റെ റീസൺ പറയുന്നത് ആ വെള്ളം ഇതോട്ട് മറ്റേ ടൈറ്റാനിയത്തിലെ ആ വേസ്റ്റൊക്കെ ഇതിലോട്ട് വിടുന്നെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്താണെന്ന് അറിയത്തില്ല. ഇവിടെ മൊത്തം ഈ ഒരു കളറിലാണ്. കടലായാലും ഈ മണ്ണുണ്ടല്ലോ, മണ്ണായാലും ഈ ഒരു കളറിലാണ് വരുന്നത്. ആ ആൾക്കാർ ഇന്ന് അവിടെ ഇത് വല വലിക്കുന്നില്ലേ, ആ ഭാഗത്താണ് ആ ഒരു ഈ വേസ്റ്റ് ഒഴുക്കി വിടുന്ന ആ ഒരു സ്പോട്ടുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. ആ ഭാഗത്ത് പക്ഷെ ഒരു വൈറ്റ് ഷെയ്ഡാണ് അവിടുത്തെ മണ്ണിൻ്റെ കളറൊക്കെ ഒലിച്ചു പോകണമെന്നൊക്കെയാണ് പറയുന്നത്. എന്താണെന്ന് അറിയത്തില്ല. കറക്റ്റ് റീസൺ അവർക്ക് മാത്രം അറിയാം. അപ്പോൾ നമ്മൾ തപ്പി വന്ന ആളെ കിട്ടിയിട്ടില്ല. നമുക്കെന്തായാലും പോകാം, ഇതേ നടക്കുകയുള്ളൂ. ഇതൊക്കെ ഇവിടെ ഇങ്ങനെ വളരുന്ന പൂക്കളാണ്. ഇപ്പോൾ ലാസ്റ്റ് അവിടെ ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് വല വിടുന്നുണ്ട്. നല്ല മീൻ കിട്ടും. കാരണം ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരാൾ ചൂണ്ടയിടുന്ന കണ്ടില്ല, അതേപോലെ തന്നെ ഇവിടെ നല്ല മീനൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. ഇനി നമ്മൾ പോകേണ്ടത് നേരെ നമ്മൾ വീടിൻ്റെ അങ്ങോട്ട് പോകണം. അവിടെ പോയി നമുക്ക് ഒരു സാധനം എടുത്തുകൊണ്ട് വിഴിഞ്ഞത്ത് കൊണ്ട് ശരിയാക്കാൻ കൊടുക്കാനുള്ളതാണ്. നമ്മളെടുക്കുന്ന സാധനം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യുക. നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഇത് നമ്മളെ ബോട്ടിൽ യൂസ് ചെയ്യുന്ന എൻജിനാണ്. ഇത് നമ്മൾ ശരിയാക്കാൻ കൊണ്ടുപോകണം. ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്. അതിവിടെ ഒന്നും കടകളില്ല, ഇതിൻ്റെ ശരിയാക്കുന്ന ഒരു വർക്ക്ഷോപ്പും ഇല്ല. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് വിഴിഞ്ഞത്തോട്ടാണ്. അവിടെയാണ് ഇതിൻ്റെ ഒരു നല്ലൊരു വർക്ക്ഷോപ്പും കാര്യങ്ങളും എല്ലാം ഉള്ളത്. അപ്പോൾ നമ്മൾ നേരെ പോകുമ്പം കാണാം, നമ്മളൊരു വലിയൊരു ഓട്ടോയിലാണ് വച്ച് അത് കൊണ്ടുപോകുന്നത്. കാരണം ഇതിൽ കൊണ്ടുപോകാനുള്ള സ്പേസും കാര്യങ്ങളും എല്ലാം ഉള്ളൂ. അങ്ങനെ നമ്മൾ വെട്ടുകടത്തി. ഇവിടെ നമ്മൾ നേരത്തെ ഒരാളെ തപ്പി ഇറങ്ങിയില്ലേ, പുള്ളിയെ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പം അവിടെ പോയി നോക്കിയിട്ട് വരുന്നതായിരിക്കും നമ്മളെ ചേട്ടൻ. അപ്പം അതുവരെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഇത് നമ്മളൊരു ദിവസം ഇവിടെ വരാമെന്നാണ് വിചാരിച്ചത്. ഇവിടെ തിരുനാൾ നടക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. തിരക്കുകളൊക്കെ കാരണം എന്തായാലും നമുക്ക് വേറൊരു ദിവസം എന്തായാലും വരാം. വേറെ ദിവസമൊന്നുമില്ല, ഇനി തിരുനാളിനെ നടക്കുകയുള്ളൂ. അന്നത്തെ ദിവസം പിന്നെ തലേ ദിവസം ഇതുണ്ട്, പ്രദർശനമുണ്ട് അന്ന്. അല്ലെങ്കിൽ ആ 2 ദിവസത്തിൽ എപ്പോഴെങ്കിലൊക്കെ പറ്റുള്ളൂ. എന്നാലും നമുക്ക് എന്തായാലും വരാം. ഇനി അതുള്ളതെന്ന് പറഞ്ഞാൽ അടുത്ത ശനി ഞായറൊക്കെയാണ് അടുത്ത പരിപാടികൾ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് പോവാം. ഇനി വണ്ടി പോകുന്നുണ്ട്. ഇനി നല്ല തിരക്കായിരിക്കും. റോഡൊക്കെ കുറച്ച് ദിവസമായിട്ട് നല്ല തിരക്കാണ്. അതുമല്ല നമ്മൾ പോകുന്ന വഴിയിൽ അവിടെ നമ്മുടെ മേൽപ്പാലത്തിൻ്റെ പണി നടക്കുകയാണ്. മേൽപ്പാലം എന്ന് പറഞ്ഞാൽ ഹൈവേ, അങ്ങനെ ബ്രിഡ്ജിൻ്റെ പണി നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടുള്ള നല്ല തിരക്കുകളൊക്കെ ഉണ്ട് പോകുന്ന വഴിയിൽ. അതിൻ്റെ സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് അതിൻ്റെ പരിപാടികൾ. ഫുള്ള് മിഡിലായിട്ടുള്ള
റോഡെല്ലാം അടച്ചിട്ട് ഇതിൻ്റെ സർവീസ് റോഡിലൂടെയാണ് ഇതിൻ്റെ വണ്ടികളൊക്കെ വിടുന്നത്. അപ്പം അതിൻ്റെ കുറേ സീനുകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് അടുത്ത സ്പോട്ടിലോട്ടെത്തി. ഇവിടെ കിടില റോഡാണ്, ഹൈവേ വേറെ ലെവലായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ അടുത്ത പോകുന്നത് നേരെ വിഴിഞ്ഞത്തോട്ട് വച്ച് കിടലാണ്. ഇവിടുത്തെ റോഡെല്ലാം കിടിലാണ്, കിട്ടില്ല റോഡ്, ഒന്നും പറയില്ല. ഇവിടെ ട്രാഫിക്കും കുറവാണ്, അങ്ങനെ ബ്ലോക്കായിട്ട് നിൽക്കത്തുമില്ല, ഒരു സീനും ഇല്ല. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നേരെ ടോളിൻ്റെ അടുത്തോട്ടാണ്. ഓട്ടോയ്ക്കും ബൈക്കിനും ഒന്നും ടോൾ കൊടുക്കണ്ട, അറിയാമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇതിനൊക്കെ ടോൾ കൊടുക്കേണ്ടി വരും. ഫാസ്ടാഗ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ നിർത്തിയിട്ടേ പോകാൻ പറ്റുള്ളൂ. ഇതൊരു വള്ളിയാണ് സംഭവം. നമ്മൾ വേറെ രാജ്യത്തൊക്കെ ആണെങ്കിൽ ഈ ടോൾ ഗേറ്റിൽ നിർത്തി ലൈനായിട്ട് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ തിരക്കില്ല. സാധാരണ നമ്മൾ വരുന്ന സമയത്തൊക്കെ ക്യൂ ആയിട്ടൊക്കെ വണ്ടികൾ നിൽക്കുന്നത് കാണുന്നുണ്ട്. വേറെ രാജ്യത്തൊക്കെ ആണെങ്കിൽ എന്താ പറയുക, ടോള് നമ്മൾ വണ്ടി എത്തുമ്പോഴേക്കും തുറക്കും, അപ്പോൾ നമ്മൾ പോകും. ഒരു ഡിജിറ്റലായിട്ട് മണി അങ്ങ് എടുത്തോളും. നമ്മൾ ഫാസ്ടാഗ് ഒട്ടിച്ചിരിക്കുന്ന കണക്ക് സെറ്റപ്പ്. അതൊന്നും ഇല്ലാത്തവർക്കേ പേടിക്കേണ്ടത്. അവിടെ അറിയാമല്ലോ, അവരൊക്കെ എന്തായാലും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. ആർക്കും അങ്ങനെ ലേറ്റായിട്ട് പോകുന്നത് ഇഷ്ടമില്ലാത്തൊരു രീതിയിലാണ് വേറെ രാജ്യങ്ങളൊക്കെ. നമ്മൾ ആ ലെവലിലെത്തേണ്ട സമയങ്ങളായി. എന്താവും എന്തോ, നമ്മൾ ഒരു നാളെത്തുമായിരിക്കും എന്ന് വിശ്വസിക്കാം. ഇപ്പം എന്തായാലും ടോളും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ വിഴിഞ്ഞം ശരിയാക്കാനുള്ള സ്ഥലത്തെത്തി. അപ്പോൾ അതാണ് കട. ഇപ്പോൾ കണ്ട അതാണ് കട. നമ്മളിങ്ങനെ വളച്ച് വണ്ടി കൊണ്ട് അവിടെ ഇട്ടിട്ട് സാധനം എടുത്ത് അവിടെ വച്ചിട്ട് അവർ ശരിയാക്കും. അവിടെ ശരിയാക്കാൻ വേണ്ടി നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ വർക്ക്ഷോപ്പിൽ നമ്മുടെ വണ്ടികൾക്ക് വേണ്ടി പ്രത്യേകം ശരിയാക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതേപോലെ ഇവിടെയും ഈ മെഷീൻ ശരിയാക്കാനും ഇതിനു വേണ്ടി പ്രത്യേക സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറേ നേരമായി നിൽക്കാൻ തുടങ്ങിയിട്ട്. അത്രയ്ക്ക് കുറച്ച് ഡാർക്ക് പണിയാണ് അതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കൊരു ഡ്രിങ്ക്സ് വല്ലതും കുടിച്ചിട്ട് വരാമെന്നുള്ള പ്ലാനിൽ ഇറങ്ങിയതാണ്. അപ്പോൾ ഡ്രിങ്ക്സ് കുടിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പോവുകയാണ്. തിരിച്ച് പോകുമ്പോൾ ഒരു കുപ്പി വെള്ളം മേടിക്കാനുള്ള പ്ലാനിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ പോയൊരു വെള്ളവും ഇതും കൂടെ മേടിച്ചുകൊണ്ട് വരാം. അപ്പോൾ പോകുന്ന വഴിയിൽ നമുക്കിത് കാണാൻ പറ്റും. ഈ മീൻ പിടിക്കാനും സ്റ്റോർ ചെയ്യാനും എല്ലാം ഉള്ള എല്ലാ സാധനങ്ങളും ഈ ഭാഗത്ത് എല്ലായിടത്തും കിട്ടും. ഇതിന് വേണ്ടിയുള്ള എൻജിൻ ഓയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ മെഷീനില്ല, എൻജിനിൽ വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അതും എല്ലാം അപ്പുറത്ത് ലോറൊക്കെ ഇല്ലേ, ലോറോ കാര്യങ്ങളോ അതെല്ലാം കിട്ടും. ഈ ചൂണ്ടയിട്ട് പിടിക്കാനുള്ള സാധനങ്ങളും എല്ലാം, ഒരു മീൻ പിടിക്കാൻ വേണ്ടി എന്തൊക്കെ വേണോ അതെല്ലാം കിട്ടും. നമ്മളപ്പോൾ ഒരു കുപ്പി വെള്ളവും മേടിച്ച് തിരിച്ച് പോയാണ്. തിരിച്ച് നമ്മൾ നേരത്തെ ഇരുന്നില്ലേ അവിടെ തന്നെയാണ് പോവുക. അവിടെ ചുമ്മാ കിളി പറഞ്ഞിങ്ങനെ നിൽക്കണം, ഇത്ര തന്നെ. പിന്നെ ആ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനുണ്ടെങ്കിൽ അങ്ങനത്തെ പരിപാടി, അങ്ങനത്തെ കുറേ സെറ്റപ്പ്. പിന്നെ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞു, സാധനം എടുത്ത് വണ്ടി കയറ്റിയിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹാർബറാണ്. നമ്മളിന്ന് പക്ഷെ അങ്ങോട്ട് പോകുന്നില്ല. കാരണം നമ്മൾ ഇന്ന് ഈ പരിപാടിക്ക് വേണ്ടി വന്നതാണ്, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഞാൻ അവിടെ പോയിട്ട് തന്നെ ഇപ്പോൾ 2 വർഷത്തിൽ കൂടുതലാവും. നമ്മൾ ഹാർബർ കണ്ടിട്ട് ഇതുവരെ ആ ഒരു കിടില പണിയൊക്കെ ചെയ്ത് അവർ സെറ്റ് ചെയ്തതിന് ശേഷം അങ്ങോട്ട് പോകാനേ പറ്റിയിട്ടില്ല. ഒരു ദിവസം അങ്ങോട്ട് പോകണമെന്നുണ്ട്. പോവുകയാണെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ എടുക്കുന്നതായിരിക്കും, ഇതെല്ലാം കാണിക്കുന്നതായിരിക്കും. നമ്മൾ ഇതിന് വേണ്ടി ഒരു കവർ മേടിക്കണം, ഈ എഞ്ചിന് വേണ്ടി. ആ കവർ മേടിക്കാൻ വേണ്ടി പോയിട്ട് വരെയാണ്. അപ്പോൾ എന്തായാലും നമുക്കതുവരെ ഇവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യാം. നല്ലൊരു കവർ തന്നെ വാങ്ങുമെന്ന് വിശ്വസിക്കാം. അപ്പോൾ കവർ വാങ്ങി, ഇതാണ് നമ്മൾ മേടിച്ച കവർ. അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോവാം. പോകുന്ന വഴിയിൽ ഇതിൻ്റെ പണി നടക്കുന്നില്ലേ, ഈ പാലത്തിൻ്റെ പണി നടക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. എല്ലാവരും അക്ഷമരായി നിന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിരിക്കും. പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല കിടിലൻ റോഡാണ് ഇവിടെയൊക്കെ വരുന്ന റോഡ് കിടിലാണെങ്കിലും പക്ഷേ വണ്ടി നല്ല രീതിക്ക് കുലുങ്ങുന്നുണ്ട്.
നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല രീതിയിൽ കുരുങ്ങുന്നുണ്ട്. എന്താണെന്നറിയത്തില്ല. റോഡ് ചെയ്തതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ്റെ പരിപാടിയായിരിക്കും. എന്നാലും കുലുങ്ങാതെയും ആടാതെയൊക്കെ നമുക്ക് കേരളത്തിലെ റോഡിലൂടെ പോകാൻ പറ്റത്തില്ലെന്നാണ് അറിയാൻ പറ്റുന്നത്. അപ്പം ഇവിടെയും നമ്മൾ പണി നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു റോഡിലൂടെ നമുക്ക് പോകാൻ പറ്റില്ല. കാരണം ആ സൈഡിൽ, അതിൻ്റെ ആ എൻ സൈഡിലായിട്ട് പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയും കൂടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ആൾക്കാർ കയറാതിരിക്കാൻ വേണ്ടി. അപ്പം ഈ പരിപാടി എല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയും കൂടെ കുറച്ച് ഫ്രണ്ടിലായിട്ടാണ് എൻ്റെ കറക്റ്റ് നമുക്ക് ആ ഈഞ്ചിക്കൽ ജംഗ്ഷൻ്റെ ഭാഗത്താണ് ഇപ്പം കറക്റ്റായിട്ട് വേറെ രീതിയിൽ എന്ന് വെച്ചാൽ കുറച്ച് ഡെവലപ്പായ രീതിയിൽ പണി നടക്കുന്നത്. ഇതാണ് ഇവിടെ കുഴിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഇവിടെ അതിൻ്റെ ബാക്കി ഇങ്ങോട്ട് ചെയ്തവർ വരും. ഇവിടെ ഇതുവരെയൊക്കെ ആയി. ഇവിടെ നല്ല രീതിക്ക് പ്രോഗ്രസ് ആവുന്നുണ്ട്. ആദ്യം തന്നെ ഇവിടെ മൊത്തവും തീർത്തിട്ടാണോ അങ്ങോട്ട് പോകുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും ഇവിടെ പെട്ടെന്ന് തന്നെ പണിയൊക്കെ നടക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവർ തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഒരു ജംഗ്ഷനാണ്. അതും നല്ല രീതിക്കൊരു വലിയ രീതിയിലുള്ള ജംഗ്ഷനായിരുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതല്ല, ഇവിടെ കണക്ട് ചെയ്താണ് പോകുന്നത്. ഫസ്റ്റ് ചാക്കയിൽ അവിടെ മേൽപ്പാലവും അത് ഇതൊക്കെ വന്നുകൊണ്ട് അത് കുഴപ്പമില്ല. അത് കിടിലായിട്ട് നടന്നത്. അത് അവിടുത്തെ ഒരു ട്രാഫിക് കുറേ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇവിടെയും കൂടെ അവരിത് ചെയ്യുമ്പം നല്ല രീതിക്ക് ട്രാഫിക് കുറയുന്നതായിരിക്കും. ഇതാണ് ആ ജംഗ്ഷൻ. ഇവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ പെട്ടെന്ന് തീർത്താൽ അത്രയും നല്ലതാണ്. കാരണം നമുക്ക് എങ്ങോട്ട് പോകണമെങ്കിലും നമ്മൾ ഈ വഴിയൊക്കെ കയറുന്നതായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് പണി തീരുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ തിരിച്ചെത്തി. ഇനി ഈ സാധനം അവിടെ കൊണ്ട് വയ്ക്കണം. അതൊരു ചടങ്ങ് പരിപാടിയാണ്. ഇത് നമ്മൾ രണ്ടുപേരും കൂടെയാണ് ഇതെടുത്തുകൊണ്ട് അതുവരെ കൊണ്ടുവന്ന്. നല്ല വെയിറ്റാണ്, കാണുന്ന പോലെയൊന്നുമല്ല, നല്ല കിടിലം വെയിറ്റാണ്. അപ്പോൾ നമുക്ക് ഇതെടുത്തുകൊണ്ട് അവിടെ വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ബീച്ച്. അപ്പോൾ ഇതോടെ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കുറച്ചുകൂടെ ഉണ്ട്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.